കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തി പ്രതിപക്ഷം. ചെയർപേഴ്സണെതിരെ കോൺഗ്രസ് അംഗത്തിൻ്റെ അശ്ലീല പരാമർശം നടത്തി. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ UDF-നൊപ്പം കലാരാജുവും ചേർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജോസിൽ വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുകയാണ്. ജോസിൽ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? രാവിലെ കൗൺസിൽ യോഗം ചേർന്നപ്പോഴാണോ ചെയർപേഴ്സണെതിരെ മോശപ്പെട്ട ഒരു രീതിയിൽ കോൺഗ്രസ് അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമുണ്ടായത്, അശ്ലീല പരാമർശമുണ്ടായത്? ഇന്നവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? 18-ാം തീയതിയിലെ സംഭവങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇത്തരത്തിൽ ഒരു യോഗം, നഗരസഭാ കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 മണിക്ക് നഗരസഭ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഈ അടിയന്തര പ്രമേയത്തിന് ചട്ടപ്രകാരം തന്നെ ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ചെയർപേഴ്സൺ എടുത്തത്. കാരണം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകണമെങ്കിൽ കുറഞ്ഞത് 7 ദിവസത്തെ സാവകാശം ആവശ്യമുണ്ട്. അത്തരത്തിൽ പെട്ടെന്ന് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് മേശപ്പുറത്ത് വച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിയമപരമായ കാര്യമാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. എന്നാൽ ഈ പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കുവാനുള്ള അനുവാദം ചെയർപേഴ്സൺ അനുവദിക്കുകയും ചെയ്തു. അത്തരത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എന്ന് പറയുന്ന UDF-ന്റെ നേതാവ് വളരെ അശ്ലീലകരമായ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം ഈ ചെയർപേഴ്സന്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത രഹസ്യമൊഴിയിൽ ഒരു കാരണവശാലും മജിസ്ട്രേറ്റിനല്ലാതെ വേറൊരാൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം അത് ചെയർപേഴ്സൺ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഇത്തരത്തിൽ അശ്ലീല പരാമർശം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വളരെ മോശം പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ തുടർന്ന് ഇതിൽ ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് ഭരണപക്ഷം, പ്രത്യേകിച്ച് ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കം ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ നഗരസഭാ യോഗങ്ങൾ മറ്റ് അജണ്ടകൾ വോട്ടിനിട്ട് പാസ്സാക്കിയതിന് ശേഷം പിരിഞ്ഞിരിക്കുകയാണ്. ശരി. ഇപ്പോൾ കലാരാജുവും പ്രതിപക്ഷത്തോടൊപ്പം UDF-നൊപ്പം ചേർന്നുകൊണ്ടാണ് ഇന്ന് അവിടെ ഈ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്താൻ, ഈ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ജോസിൽ ഇപ്പോൾ സൂചിപ്പിച്ചത്.